ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോൺ ന്യൂട്ടൺ ഫ്ലൂയിഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂട്ടൻ്റെ ലോക്കൊക്കെ എതിരായിട്ടുള്ള ഒരു ടൈപ്പ് ഒരു ഫ്ലൂയിഡാണ്, അങ്ങനത്തെ ഒരു ഫ്ലൂയിഡാണ്. അപ്പോൾ ഇതുണ്ടാക്കാനെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബ്ലാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു പാത്രം. എന്ത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഇത് തന്നെ വേണമെന്നില്ല. ഞാൻ ഇത്തിരി കൂടി കാണാൻ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഓവണിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു പാത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ മേടിക്കുന്ന നമ്മുടെ എന്തായിരുന്നു കോൺഫ്ലവർ ഒരു കോൺഫ്ലവറിൻ്റെ 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കോൺഫ്ലവറിൻ്റെ പാക്കറ്റ് എടുക്കാം. പാക്കറ്റല്ല ആവശ്യം, കോൺഫ്ലവറിൻ്റെ പൗഡറാണ്. അപ്പോൾ ഇത് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഫുഡ് കളറോ അല്ലെങ്കിൽ ഏതെങ്കിലും കളറായാൽ മതി. അപ്പോൾ ഞാൻ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടി ഫുഡ് കളർ ഇത് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിതും കുറച്ച് വെള്ളം മാത്രം മതി, കോൺഫ്ലവറും വെള്ളം. ഈ ഫുഡ് കളർ ഞാൻ കുറച്ചും കൂടി കളർ ഫുള്ളാവാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പോൾ കളറും വെച്ചേക്കാം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വേണം. മൗണ്ടൻ ഡ്യൂ അല്ല കേട്ടോ, കളറാണ് വേണ്ടത്. ഞാനിപ്പോൾ കുപ്പിയിൽ വെള്ളം എടുത്തതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിന്ന് നമ്മുടെ ബ്ലാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ അടുത്തേക്കുന്ന ഈ കണ്ടെയ്നറിലേക്ക് നമ്മുടെ കോൺഫ്ലവർ പൗഡർ പൊട്ടിച്ച് ഇടാം. അയ്യോ, പൊട്ടിക്കാൻ കത്രിക എടുത്തില്ല, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഉണ്ടാക്കാനായിട്ട് കോൺഫ്ലവറിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ചിടുമ്പോൾ തന്നെ പറക്കണുണ്ട്. ഓക്കെ, ഈ ഞാനിപ്പോൾ ഈ 250 ഗ്രാംസിൻ്റെ പാക്കറ്റിലുള്ള പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് സത്യം പറഞ്ഞാൽ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് കളഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുഡ് ഐറ്റം വേസ്റ്റായി കളയണമെന്ന് ആരും വന്ന് കമൻറ്റ് വിടണ്ട. കാരണം ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണ്. പാത്രം ഫുള്ള് നിറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയൊന്ന് ഈ പാക്കറ്റിൽ തന്നെ വയ്ക്കാം. വെള്ളം കൂടിയാൽ ഇടാനായിട്ട് കുറച്ച് വെച്ചിട്ടുള്ളൂ. അത് പൊടി നോക്കണമെങ്കിൽ പൊടി എന്ന് പറഞ്ഞാൽ നൈസ് പൊടിയാണ്. കൈ മുട്ടി പിടിച്ചിട്ട് തന്നെ പോണില്ല. ഒരു ശബ്ദം കേട്ടാ. നമുക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഇത് ഒരു ടൊമാറ്റോ റെഡാണ്. അപ്പോൾ സിന്തറ്റിക് കളറാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിന് ഏകദേശം 30 രൂപ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. വീണില്ലല്ലോ. ഓക്കെ, ഓക്കെ. ഏകദേശം ഇത്ര ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാലോ. അപ്പോൾ ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കളർ നോക്കണമെങ്കിൽ കട്ടയായിട്ടിരിക്കേണ്ടത് വേണ്ട. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തോരം വെള്ളം വേണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് എന്തായാലും പതിയെ ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒഴിക്കാൻ ഈ വെള്ളം ഫുള്ളും കട്ടായി പോയിക്കൊണ്ടിരിക്കുക. കണ്ട ഗൈസ്, ഒഴിച്ച വെള്ളം ഫുള്ള് അപ്പം തന്നെ കട്ടായി പോയിട്ടുണ്ട്. ചെറുതായിട്ട് നമ്മുടെ നോൺ ന്യൂട്ടൺ ഫ്ലൂയിഡ് എന്നാണ് ഇതിന് പറയുന്നത്, ബ്ലാക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ട ഗൈസ്, അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുറച്ചേശ്ശെ ഒഴിച്ച് വെക്കാം വെള്ളം. ഈ വെള്ളം വറ്റി പോണ സ്പീഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഓക്കെ, കണ്ട ഗൈസ്. അപ്പോൾ ഈ വെള്ളം കൂടിയല്ല, അതെ, വെള്ളം വറ്റി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം. കണ്ട, പതിയെ വെള്ളം വറ്റി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം കൂടിപ്പോയി അല്ല ഗൈസ്, വെള്ളം കൂടിയിട്ടൊന്നുമില്ല. ഓക്കെ, പിടിക്കാനേ കിട്ടുന്നില്ല സംഭവം ഗൈസ്.
കണ്ട ഗൈസ്, എന്തൊരു കട്ടിയ സംഭവത്തിന് കൈമേന്ന് പോലും വിടണില്ല. നല്ല കട്ടിയുണ്ട് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് പൊക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അടി ഇത്രയും വെള്ളം ഉണ്ടായിട്ടാണ് ഞാൻ പൊക്കുന്നത്. ഈ കണ്ട ഗൈസ്, പോണ കണ്ട എനിക്ക് നോക്കി കാണാൻ പറ്റും. പച്ചവെള്ളം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനം ഞാൻ കൈ കൊണ്ട് എടുക്കുമോ നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ച് നോക്കണം. അരച്ചോണ്ടിരിക്കുന്നത് കണ്ട ഇങ്ങനെയാ തന്നൊരുക്കി പോണ്. നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി ഫുൾ പൊടിയും കൂടി ഇടാം. അപ്പോൾ കുറേ വെള്ളം ഒഴിച്ചു. ഞാൻ ഇത് സക്സസ് ആവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്ര സക്സസ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ മുകളിൽ ഇത്രയും വെള്ളം കിടന്നിട്ട് ഞാനിത് സംഭവം കോരിയെടുക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. കുറച്ച് തെറിച്ച് പോയി. ഒരു ടീസ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് കോരി നോക്കേണ്ടി വരും. കണ്ട ഗൈസ്, ഇതിനകത്തേക്ക് ഇപ്പോൾ ഒരു ആണി അടിച്ചാൽ പോലും അതവിടെ തറച്ച് നിൽക്കുന്നു. നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ എടുക്കണ്ടേന്ന് വെച്ചാൽ പതിയെ എടുക്കാം. പതിയെ കൈ ഇങ്ങനെ ഇറക്കി വെച്ച് കോരിയെടുക്കും. അപ്പം നമുക്ക് ഗൈസ് ഇതിനകത്ത് തൊട്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല സുഖമാണ്. ഇത്രയും കട്ടിയിലിരിക്കണത് ഇപ്പം ഞാൻ അരയ്ക്കുമ്പോൾ ഈ പൊടിയുടെ കട്ടി കണ്ടില്ലേ. നമുക്ക് ബാക്കി പൊടിയും കൂടി ഇതിനകത്തേക്ക് തന്നെ ഇടാം. ഫുള്ള് പൊടി ഇടുമ്പോൾ കുറച്ചും കൂടി ആയിക്കോട്ടെ. ഗൈസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫുള്ള് പൊടിയും ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഫുള്ള് പൊടി എന്ന് പറഞ്ഞാൽ ആ പാക്കറ്റ് ഫുള്ളും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാം ഫുള്ള് പൊടിയാണ് നമ്മുടെ ഈ പാത്രത്തിൽ കിടക്കുന്നത്. എന്നിട്ട് ഇത്രയും വെള്ളമോടെ മുകളിൽ കിടന്നിട്ട് തൊടുമ്പോൾ നോക്കി കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മോൾ ഭാഗം മുങ്ങണില്ല. എന്തേതാ ഇപ്പോൾ ഈ പൊടി ഇതുപോലെ തന്നെ കിടക്കണേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ മീതേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ അതിനകത്ത് വെള്ളം കൂടിപ്പോകുമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഒഴിച്ച വെള്ളം പോലും തികയണില്ല. ഏകദേശം ഈ കുപ്പി ഇത്രയും വെള്ളം ഒഴിച്ചിട്ടും ഇത് ഫുള്ള് നനയണില്ല. അതാണ് പ്രശ്നം. കാരണം മുകളിൽ ഇത്രയും വെള്ളം നടക്കുന്നുണ്ട്, എന്നിട്ട് ഈ അടിയിലേക്ക് തൊടുമ്പോൾ വെള്ളമില്ല. നമുക്കൊരു ടീസ്പൂൺ ഇട്ടിട്ട് തോണ്ടി നോക്കാം. ഓ, എന്തൊരു കട്ടിയ! സിമെന്റിന് പോലും ഇത്രയും കട്ടി ഞാൻ ഉണ്ടെന്ന് വിചാരിച്ച്. കത്തി കൊണ്ടെങ്ങാനും മുറിച്ചെടുക്കേണ്ടി വരും. ഇതിനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ട ഗൈസ്, വെള്ളം കുറച്ച് കൂടിപ്പോയി പറഞ്ഞ പോലെ. സത്യം പറഞ്ഞാൽ എനിക്കിത് മനസ്സിലാവണില്ല വെള്ളം കൂടിയോ കുറഞ്ഞതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം പറ്റിപ്പോള്. നമുക്കിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ വെള്ളം എല്ലായിടത്തും എത്തി പിടിക്കണുണ്ടോന്ന്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ നമ്മൾ കളർ ഒഴിച്ചിട്ടുണ്ടാവില്ല, അത് ഞാൻ മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതേ ഗൈസ്, അങ്ങനെ നമ്മുടെ വെള്ളം ഫുള്ളും ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇളക്കിയെടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഗൈസ്. അപ്പോൾ ഒരു കണക്കിനാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തൊന്നും തൊടാൻ പോലും നമുക്ക് പറ്റുന്നില്ല. തൊടുമ്പോൾ തന്നെ നമ്മുടെ കൈമൊന്നും ആവുന്നില്ല. നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കേട്ടോ ഗൈസ്, ഞാൻ വെറുതെ ഇങ്ങനെ കൈ ഓടിച്ചിട്ട് പോലും ഏതോ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പച്ചവെള്ളം പോലെയല്ലേ ഇരിക്കണേ. ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അതേ വെറും വെള്ളം കേട്ടാ. ഇത്രയും വെള്ളമായിട്ട് ഇങ്ങനെ ഒലിച്ചു തന്നെ സാധനമാണ്. കണ്ട ഇതിങ്ങനെ ഒലിച്ചു തന്നെ നോക്കി. അയ്യോ, ഇപ്പോൾ പോയനെ. ഈ വെള്ളമായിട്ട് ഈ ഒലിച്ചു വരുന്ന സാധനം കണ്ട, സൈഡിൽ നിന്ന് പോലും പിടിച്ചുള്ളിലോട്ട് ഇടാൻ പറ്റുന്നില്ല. ഈ ഒലിച്ചു വരുന്ന സാധനം നമ്മളിന്ന് കണ്ട, ഇത്രയും വെള്ളമുള്ള സാധനമാണ്. നമ്മൾ കൈ കുത്തിയിട്ട് കൈ പോലും താഴ്ന്നു പോകുന്നില്ല. നിങ്ങൾക്കിത് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ട, അങ്ങനൊരു ഫ്ലൂയിഡാണ് ഒബ്ലക്ക് എന്ന് പറയും. അപ്പോൾ ഇതുമ്പോൾ നമ്മൾ സ്പീഡിലൊന്നും ഇതിൻ്റെ മീതെ കൂടെ ഓടിയാൽ പോലും
നമ്മുടെ കാല് താഴ്ന്നു പോവില്ല. അപ്പോൾ ഞാൻ ഒന്ന് കൈയൊന്ന് ദൈവം ഇങ്ങനെ വെറുതെ വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് താഴ്ന്നു പോണത് കാണാൻ പറ്റും. ഇത് നോക്കിക്കോട്ടാ, ഈ കണ്ട, നമ്മൾ പതിയെ അനക്കമില്ലാണ്ട് അധികം ഫോഴ്സ് കൊടുക്കാണ്ട് കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിനത്തോട്ട് ഇങ്ങനെ താഴ്ന്നു പോകും. കണ്ട, ഞാൻ സ്പീഡിൽ എടുക്കാൻ നോക്കിയാൽ എൻ്റെ കൈയുടെ കൂടുതൽ വന്നാണ്ട. കണ്ട, ഇത്രയും വെള്ളം പോലെ ഇരിക്കുന്ന സാധനമാണ് ഞാൻ ഇതുമ്പോൾ തൊടുമ്പോൾ ഇത്ര കുത്തിയിട്ട് നമ്മുടെ കൈ താഴ്ന്നു പോകാത്ത. കണ്ട, നമ്മുടെ ഫോഴ്സിൽ കുത്തിയാലും നമ്മുടെ കൈ താഴ്ന്നു പോയില്ല. അതാണ് നമ്മുടെ ഈ ഒബ്ലാക്കിൻ്റെ പ്രത്യേകത. നിങ്ങൾ വീട്ടിൽ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ് ഈ ഒബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം കോൺഫ്ലവറിന് ഏകദേശം ഒരു കുറച്ച് പൈസ വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേണ്ട, ഇത് നിങ്ങൾക്ക് ഇതിങ്ങനെ വെറുതെ പിള്ളേർക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ഒരു സയൻസിൻ്റെ ഒരു കളിയാണ്. അപ്പോൾ ഇതൊരു വെലോസിറ്റി എന്തൊക്കെയാണ്ട് കുറഞ്ഞതും കൂടിയതൊക്കെ ആയിട്ട് എന്തൊരു പ്രത്യേകതയാണ്. അപ്പോൾ അധികം ഞാൻ സയൻസിലോട്ട് പോകുന്നില്ല. കണ്ട ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഒരു സ്ലോ മോഷൻ കണ്ടു നോക്കാം. ഞാൻ കൈ സ്പീഡിൽ ഇങ്ങനെ കുത്തണം എൻ്റെ. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ സംഭവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആ ഒരു എഫക്റ്റാണ് ഗൈസ്. നല്ല രസമാണ് ഇതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കാൻ. കണ്ടാ, വെള്ളം പോലെ ഇരിക്കുന്ന സാധനമാണ്. കണ്ടാ, എനിക്ക് നോക്കുമ്പോൾ മതി, വെള്ളം പോലെയല്ലേ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട, വെള്ളം, ഇത്രയും വെള്ളം പോലെ ഇരിക്കുന്ന സാധനം ഞാൻ നേരെ കമർത്തിയെടുക്കാൻ പോവാണ്. ഓ കണ്ട ഗൈസ്, കണ്ട, എനിക്ക് ഈ കമത്താൻ തന്നെ പേടിയാണ്. ഇത് പോയി കഴിഞ്ഞാൽ കണ്ട ഗൈസ്, ഞാൻ കമത്തി. കണ്ട, ഭാഗ്യം താഴത്തൊന്നും പോയില്ല. അത്രയും ഞാൻ കമത്തിയിട്ട് ഇത്രയും വെള്ളം പോലെ ഇരിക്കുന്ന സാധനം പുറത്ത് പോകാണ്ടിരുന്നതാണ് ഇതിൻ്റെ ഒരു അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം ഗൈസ്. ഇപ്പം എൻ്റെ കൈമ ഒന്നുമില്ലല്ലോ, ഞാൻ വെറുതെ നമ്മൾ തൊട്ടാൽ പോലും എൻ്റെ കൈമ ആവുന്നില്ല. ഞാൻ ഈ ഫുഡ് കളറിൻ്റെ ചുമപ്പ കളറുണ്ട്, അതല്ലാതെ ഈ വെള്ളം പോലെ ഇരിക്കണേ തൊട്ടിട്ടൊന്നും ആവണില്ല. ഞാൻ ഇതിനകത്ത് കുറേ നേരമായിട്ട് ഇളക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു പീസ് ഇതുമേന്ന് ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റുമോ നോക്കാം. ഇത് നോക്ക്, ഞാൻ ഈ ടീസ്പൂണുമേന്ന് സ്പീഡിൽ അടർത്തിയെടുക്കാൻ നോക്കിയാൽ എൻ്റെ കൂടെ കൈയുടെ കൂടെ വരില്ല. കൈ വെള്ളത്തിലിട്ട് കൊത്തിയിട്ട് നമ്മുടെ കൈമ ആവുന്നില്ല ഗൈസ്. ഇപ്പം ഞാൻ ഈ കയ്യിലിരുന്ന് ഈ ഒട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പീസ് ഞാനൊന്ന് അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരുന്ന് ഒലിച്ചു പോകണമെന്ന് നിങ്ങൾക്ക് കാണാം ഗൈസ്. കണ്ട ഗൈസ്, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഒബ്ലാക്ക്. നമ്മൾ ഇങ്ങനെ അനക്കി അതിനൊരു പ്രഷർ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടിയിട്ടിരിക്കും. അതും ഓരോ മൈക്രോ സെക്കൻഡ്സുകൾ കൊണ്ടാണ് ഇതിങ്ങനെ വെള്ളമായി പോയിക്കൊണ്ടിരിക്കുന്നത്, അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മെഴുകുതിരിയൊക്കെ ചൂട് വരുമ്പോൾ അലിഞ്ഞു പോണ പോലെയാണ് ഇത് ഇങ്ങനെ പോണത്. കണ്ട മൈക്രോ സെക്കൻഡ്സുകൾ കൊണ്ട്. കണ്ട ഗൈസ്, ഇത്രയും വെള്ളം പോലെ ഇരിക്കുന്ന സാധനമാണ് നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ കിട്ടാത്തത്. വാവ്. ഗൈസ്, കണ്ട ഗൈസ്, ഈ ഒരു ഫ്ലൂയിഡിൻ്റെ ഒരു പ്രത്യേകത. പതറിച്ച് പോയത്. എന്തായാലും ഇതൊരു അടിപൊളി ഒരു ഫ്ലൂയിഡാണ്. കണ്ട ഗൈസ്, എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ വെള്ളം പോലെ ഇരിക്കുന്ന കാര്യമാണ്, തൊടുമ്പോൾ കട്ടിയാവണത്. ഗൈസ്, ഇനി നമുക്കറിയേണ്ട കാര്യം നമ്മുടെ കൈമേന്ന് ഈ സംഭവം കഴുകി കളഞ്ഞാൽ പോകുന്നതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് വെള്ളത്തിൽ കഴുകി വെക്കാം. ഇതിനകത്തിപ്പോൾ നമ്മൾ കുടഞ്ഞിട്ടപ്പോൾ അത് ഉണങ്ങി പൊടിയായിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് കൈയൊന്ന് കഴുകി വെക്കാം. പൈപ്പ് തുറക്കാം. കൈമേന്ന് പോകുന്നുണ്ട്.
അയ്യോ കൈമ നമ്മുടെ ഫുഡ് കളറിൻ്റെ കളറായി. ഓ മൈ ഗോഡ്, ഇതെന്ത് ഇനി പോയിരിക്കും എന്ന് തോന്നുന്നു. പോയിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാൻ പോകുമെന്ന്. പോയില്ലെങ്കിൽ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു നോൺ ന്യൂട്രൻ ഫ്ലൂയിഡാണ് നമ്മളിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വെറും കോൺഫ്ലവറും പിന്നെ കുറച്ച് വെള്ളം, ഫുഡ് കളർ ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കളർഫുള്ളാവാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പോൾ അത് ഇട്ടില്ലെങ്കിലും ഫുഡ് കളർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കോൺഫ്ലവറിൽ വെള്ളം ചേർത്തതായാലും മതി. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പീഡിൽ പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്യുമ്പോൾ അത് ഒരു കട്ടിയുള്ളതായിരിക്കും. അല്ലാതെ നിങ്ങൾ പതിയെ സോഫ്റ്റായിട്ട് തൊടുമ്പോൾ അതിങ്ങനെ അലിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഫ്ലൂയിഡാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇത് വളരെ നല്ലൊരു രസമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി അടുത്ത എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതുവരെയൊക്കെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ഷെയർ ചെയ്ത് കൊടുക്കാം, പിന്നെ ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ബൈ.